ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. ആദ്യം നമുക്ക് അവരുടെ കറണ്ട് എനർജി നോക്കാം, എന്നിട്ട് മെസ്സേജ് നോക്കാം. ഇവിടെ ഫുൾ മൂണിന് ശേഷമുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുകയാണ് എങ്കിൽ ഇവിടെ മൂവ്ഡ് വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് ഇന്നത്തെ ദിവസം. ഇപ്പോൾ ഇവിടെ ഇവർ നിങ്ങളോടും പറയുന്നില്ല, ഇവരുടെ വീട്ടിലുള്ളവരോടും പറയുന്നില്ല. ഇവരുടെ ആ ഒരു എനർജി നോക്കുകയാണ് എങ്കിൽ വളരെ ലോ എനർജിയിലാണുള്ളത്. വളരെ മൂഡ് വളരെ മോശമായ അവസ്ഥയിൽ കൂടെയാണ് ഇന്നത്തെ ദിവസം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ഇന്നത്തെ ദിവസം വളരെ ഡീപ്പായിട്ടുള്ള ആ ഒരു ചിന്തയിലോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ കരിയറിനെ കുറിച്ച് ആലോചിച്ച്, ഇല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിനെ കുറിച്ച് ആലോചിച്ച്, ഇവരുടെ ലക്ഷ്യത്തിനെ കുറിച്ച് ആലോചിച്ച് വളരെ ഡീപ്പായിട്ട് തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ എത്രത്തോളം ഡീപ്ലി തിങ്കിങ് ചെയ്യുന്നു അത്രത്തോളം ഇവർ ഡീപ്ലി അപ്സെറ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ ഒരാൾ ഭയങ്കരമായിട്ട് തകർന്നു പോകത്തില്ല. എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ ഫാമിലിക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ ലക്ഷ്യം എനിക്ക് നേടാൻ സാധിക്കുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ കൂടുതൽ അപ്സെറ്റ് ആവുകയുള്ളൂ. അതേപോലെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അപ്സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ റീസെൻ്റ്ലി ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ആരെങ്കിലും നഷ്ടപ്പെട്ട് കാണും. ഇമോഷണൽ ലോ ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കുന്നു, ലോ എനർജി. കാരണം റീസെൻറ്റ് പാസ്റ്റിൽ ചിലപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കാം നഷ്ടപ്പെട്ടത്, ഇവരുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കാം നഷ്ടപ്പെട്ടത്. ഒന്നുകിൽ ഇവർക്ക് ആരെയോ ഒരാളെ നഷ്ടപ്പെട്ട് കാണും, ഇല്ല എങ്കിൽ ഇവരുടെ ഡ്രീംസ് ഇവർക്ക് ചെയ്യാൻ സാധിച്ചില്ല, അത് ആലോചിച്ചുള്ള വിഷമം. ഇല്ല എങ്കിൽ ഇവരുടെ വീട്ടിൽ ആർക്കോ ഹെൽത്ത് ഇഷ്യൂ ഉള്ളതായിട്ട് ഹോസ്പിറ്റലൈസ് ആയിട്ടുള്ള ആ ഒരു എനർജി, എന്തോ ഒരു വിഷമം ഇവർക്ക് ഇന്നത്തെ ദിവസം വളരെ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ 24 മണിക്കൂറും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്, ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്, നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇത്രമാത്രം ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചോദിക്കും ഇവരോട്, നിങ്ങൾ എന്താ ആക്ഷൻ എടുക്കാത്തത്, എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാത്ത എന്താ എന്ന് ചോദിക്കുക. അപ്പോൾ ഇവർ പതുക്കെ നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിന് നിങ്ങളിൽ നിന്ന് പിറകിലോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് സ്റ്റാൻഡ് എടുക്കാനുള്ള ചോദ്യം വരുമ്പോൾ മാത്രം ഇവർ നിങ്ങളിൽ നിന്ന് പിറകിലോട്ട് പോകുന്നു. ഇവിടെ ആക്ഷൻ്റെ കാര്യം വരുമ്പോൾ ഇവർ തിരികെ പിറകിലോട്ട് പോകുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാം നടക്കണം, സംസാരിക്കണം, നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം. പക്ഷേ ആക്ഷൻ്റെ കാര്യം വരുമ്പോൾ ഇവരുടെ ഇഷ്ടത്തിനെ നടക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ ആ ഒരു ഇഷ്ടം അവർ നോക്കുന്നില്ല. ഇവർ ഫ്ലേർട്ട് ചെയ്യും പോലെയാണ് നിങ്ങളോട് കാണിക്കുന്നത്. അപ്പോൾ കാരണം എല്ലാ കാര്യങ്ങളും നടക്കണം, പക്ഷേ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം വരുമ്പോൾ ഇവർ പിറകിലോട്ട് പോകുന്നു. ഇവിടെ ഇവർ നിങ്ങൾക്ക് മെസ്സേജിലൂടെ ചോദിക്കും, എനിക്ക് നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമാണ് വരുന്നത്. കാരണം ഇത്ര നിങ്ങൾ എന്നെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ മാരേജ് ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങൾ തിരിച്ച് റിപ്ലൈ ചെയ്യും. ഇവിടെ മാരേജിൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ ഇവർ നിങ്ങളെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു കൊച്ചുകുട്ടി വാശി കാണിക്കുമ്പോൾ എങ്ങനെ അതിനെ സമാധാനിപ്പിക്കും, അതേപോലെയാണ് ഇവർ നിങ്ങളോട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളിപ്പോൾ ഇവരുടെ ആ ഒരു മാനിപ്പുലേഷനിൽ വീഴുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതേ മുന്നത്തെ പോലെ ഇവർ വിചാരിച്ചു നിങ്ങളെ മന്ദബുദ്ധിയാക്കാമെന്ന്. പക്ഷെ ഇപ്പോൾ ഇവർ ആ ഒരു രീതിയിൽ ശ്രമിച്ചു നോക്കുമ്പോൾ നിങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല. നിങ്ങൾ പറയുകയാണ്, എനിക്ക് മാരേജ് അല്ലെങ്കിൽ ഒന്നുകിൽ മാരേജ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് എന്തെങ്കിലും ഒന്ന് തരിക, അല്ലാതെ ഇങ്ങനെ ബന്ധം മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച് അവരോട് പറയുകയാണ്. ഇവിടെ നിങ്ങളുടെ ഈ ഒരു ദേഷ്യം കാണുമ്പോൾ ഇവർ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു സംസാരം കേട്ടിട്ട് ഓക്കെ ഞാൻ ക്ലാരിറ്റി തരാം എന്ന് പറയുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ സ്വഭാവത്തിൽ ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ബന്ധത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെ പറയും, അതായത് എൻ്റെ അച്ഛൻ അമ്മ ഭയങ്കര ഡൊമിനേറ്റിംഗ് ആണ്, അവർ സമ്മതിക്കുന്നില്ല നിങ്ങളുമായിട്ടുള്ള വിവാഹത്തിന്, അങ്ങനെയൊക്കെ പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് എങ്കിൽ ഇവർ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ ഇനി മാരീഡ് ആയിട്ടുള്ള സിറ്റുവേഷനെ കുറിച്ചായിരിക്കും പറയുന്നത്. അതായത് എൻ്റെ ഭാര്യ ഇങ്ങനെയുള്ള ആളാണ്, ഈ ഭാര്യ ഭയങ്കര പ്രശ്നക്കാരിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് വളരെ പ്രശ്നക്കാരനാണ്, ഇല്ലെങ്കിൽ കുട്ടികൾ കാരണമാണ് എനിക്ക് നിങ്ങളെ ഒക്കെ കമ്മിറ്റ്മെൻറ്റോ കല്യാണമോ നിങ്ങളെ കഴിക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസ് നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് ഇവർ നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നതാണ്. ബാലൻസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വലിയൊരു ഡിസിഷൻ എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന സമയം കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിൽ നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങളോട് മാപ്പ് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതിൻ്റെ ശിക്ഷ ഇവർക്ക് കൊടുത്തിട്ടുണ്ടാകും. നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാകും, അതിൻ്റെ ശിക്ഷ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ പഴയതുപോലെ ഇവർക്ക് റെസ്പെക്റ്റോ ഒന്നും തന്നെ കൊടുക്കുന്നില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇവർക്ക് തോന്നുന്നത് ഇവർക്ക് നിങ്ങളോട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമുണ്ട് എന്ന്. കാരണം നിങ്ങളിപ്പോൾ ഇവർ വന്നാൽ എന്താ വന്നില്ലെങ്കിൽ എന്താ, ഇപ്പോൾ ഇവർക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നില്ല. അതൊക്കെ ഇവർ നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിൽ ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് ഇനി മാപ്പ് ചോദിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു ഇതിലിവർ നിൽക്കുന്നത്. കാരണം നിങ്ങൾ പഴയതുപോലെ ഇവർക്ക് അവരോട് ആ ഒരു സ്നേഹം കാണിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളിൽ ഭയങ്കരമായിട്ട് ബിസിയായി മാറി. കാരണം അങ്ങനെയായിരിക്കാം നിങ്ങളുടെ ഹൃദയത്തെ ഇവർ തകർത്തത്. അതുകൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത്. മുമ്പൊക്കെ ഇവരുടെ മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വായിക്കുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവർ നിങ്ങളോട് ചെയ്ത തെറ്റെന്താണെന്ന്. അതുകൊണ്ടാണ് ഇവർ നിങ്ങളോട് മാപ്പ് ചോദിച്ചിട്ട് ഈ ഒരു ബന്ധത്തിന് വേണ്ടി രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് മാപ്പ് ചോദിക്കും ഇമോഷണലി ഡൗൺ ആയിട്ട്. പക്ഷേ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് ഈഗോയിസ്റ്റിക് ആയിട്ട് പെരുമാറുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എല്ലാ തെറ്റും നിങ്ങളുടെ മേലെ വന്നിട്ട് ഇവർ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കും. ചിലപ്പോൾ നിങ്ങളോട് ഇവർ അബ്യൂസായിട്ട് പെരുമാറിയിട്ടുണ്ടാവും, അബ്യൂസ് വേർഡ് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇവർക്ക് ഈ ഒരു പശ്ചാത്താപം ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു മെസ്സേജെങ്കിലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.